السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم. എഴുതിയിരിക്കുന്ന ബഹുമാന്യരായ മഹലിൻ്റെയും സംഘടനയുടെയൊക്കെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദീർഘമായ ഒരു സംസാരത്തിനുള്ള സമയം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ഐഷ ജമാഅത്തിന് മുമ്പേ എൻ്റെ സംസാരമെങ്കിലും അവസാനിപ്പിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ വേഗം വിഷയത്തിലേക്ക് കടക്കാം. പരിവർത്തനത്തിൻ്റെ പാത എന്നതാണ് നമ്മുടെ ഈ ക്യാമ്പയിൻ. ഇവിടെ മാത്രം നടക്കുന്നൊരു പരിപാടിയല്ല. സൂചിപ്പിക്കപ്പെട്ടതുപോലെ സംസ്ഥാനത്തൊട്ടുക്ക് നടക്കുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ ക്യാപ്ഷൻ പരിവർത്തനത്തിൻ്റെ പാത. എന്താണ് ഈ പരിവർത്തനം എന്ന് പറഞ്ഞാൽ? പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെറിയ പ്രശ്നം, അത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പം ശരിയാവില്ല. അത് എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. എനിക്ക് വർത്തമാനം പറയാനേ അറിയുള്ളൂ. നിങ്ങളും കൂടെ പങ്കാളികളായാലേ മുന്നോട്ട് പോവുള്ളൂ. എന്താണ് ഈ പരിവർത്തനം എന്ന് പറഞ്ഞാൽ? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാറ്റം. ഇത് കുറേ അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് ഒരു തിരിച്ചു വരവ് എന്നൊക്കെയാണ്. തിരിച്ചു വരവ് അല്ലെങ്കിൽ നമുക്ക് മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കൂട്ടത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോഴുള്ള സാമ്പത്തികാവസ്ഥ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടാവണം എന്നതാണോ? അതല്ല, എന്താണ് ആഗ്രഹിക്കുന്ന മാറ്റം? എന്താണ് ആഗ്രഹിക്കുന്ന മാറ്റം? എന്താ? എന്താണ് ആഗ്രഹിക്കുന്ന മാറ്റം? മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ആഗ്രഹിക്കുന്ന മാറ്റം? എവിടെയാണ് മാറ്റം ആവശ്യമുള്ളത്? ഇവിടെ മാറ്റം ആവശ്യമില്ല. ഇവിടെ മാറ്റം ആവശ്യമില്ല. മാറ്റം ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എവിടെയാണ് മാറ്റം ആവശ്യമുള്ളത് എന്ന് ചോദിച്ചാൽ അതിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റൂല എന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും നമ്മളൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മനുഷ്യന് മാറ്റമുണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? എന്തായിട്ട് മാറ്റം ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടണം. മാറ്റം ഉണ്ടാവണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമല്ലല്ലോ, മാറണമല്ലോ. മാറ്റം ഉണ്ടാവണമല്ലോ. മരിക്കുന്നത് വരെ മാറണം 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 എന്നിങ്ങനെ വിചാരിച്ചൊരു കാര്യമല്ല. എനിക്ക് പൂതിയുണ്ട്. എന്തിന് മാറിയല്ല, കുറെ കാലം കഴിഞ്ഞിട്ടും എനിക്ക് പൂതിയുണ്ട് മാറണം. മാറിയോ? ഇല്ല. ഇത് എത്ര വരെ പറയും? മരിക്കുന്നവരെ പറയൂ അല്ലേ? മാറണം മാറണം മാറണം. മാറുന്നില്ല. മാറണ്ടേ? മാറ്റം ഉണ്ടാവണം. ഊതിച്ചതുകൊണ്ട് കാര്യമില്ല.
ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല, അത് നടക്കണം. അത് നടക്കാൻ എന്താ ചെയ്യണ്ടേ? ആരപ്പം നമ്മളെ മാറ്റണ്ടേ? മാറ്റേണ്ടത് ആരാ? സ്വയം മാറണം. അത് പടച്ചവൻ മാറ്റി തരൂലേ? നമ്മൾ ആഗ്രഹം എന്താ വെച്ചാല്, ഞാൻ മാറിയൊന്നുമില്ല പടച്ചവനെ, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ശരിയുള്ളൂ, പക്ഷെ ഇങ്ങെന്ത് ചെയ്യണം? പടച്ചവൻ എന്ത് ചെയ്യണം? എന്നെ മാറ്റിത്തരണം. എന്നിട്ട് പടച്ചവനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നുണ്ട്. പടച്ചവനെ എന്റെ തെറ്റുകളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് എന്നെ നന്മയുടെ മാർഗത്തിലാക്കണമേ എന്നിങ്ങനെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി തന്നെ ഉള്ള അവസ്ഥയെന്നൊക്കെ എനിക്കൊരു മാറ്റം തരണേ എന്നൊക്കെ പടച്ചവനോട് ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നൊന്നുമില്ല. പടച്ചവൻ എന്ത് ചെയ്തോളാം? മാറ്റി തന്നോളാം. ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് ഒരടി അങ്ങോട്ടും അങ്ങോട്ടും തീല മാറൂല. പടച്ചവനായിട്ട് എന്ത് ചെയ്യണം? എന്നെ മാറ്റി തരണം. ഇവിടെയാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്തു അർ-റഅദിലെ ഒരു വചനം പ്രസക്തമാകുന്നത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലാ യുഗയ്യിർ, പടച്ചവനായിട്ട് തഗ്യീർ ഉണ്ടാക്കൂല എന്നാ പറഞ്ഞത്. പരിവർത്തനം എന്നതിന് നമ്മൾ തഗ്യീർ എന്ന പദപ്രയോഗമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അല്ലാഹുവായിട്ട് എന്ത് ചെയ്യില്ല, ഉണ്ടാക്കൂല. ഏതുവരെ? ഒരു ഖൗമിൽ അള്ളാഹു മാറ്റം ഉണ്ടാക്കൂല. ഒരു ഖൗമിലുള്ള അവസ്ഥയിൽ അള്ളാഹു മാറ്റം ഉണ്ടാക്കൂല. ഏതുവരെ? അവര് തഗ്യീർ നടത്താത്തിടത്തോളം, അവര് മാറ്റം വരുത്താത്തിടത്തോളം. എവിടെ ഉള്ളത്? അവരിൽ തന്നെ ഉള്ളത്. അപ്പം സ്വയം മാറ്റത്തിന് വിധേയമാകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല, ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സംഘത്തെയോ ഒരു കൂട്ടത്തെയോ ഒരു സമൂഹത്തെയോ ഒന്നും എന്ത് ചെയ്യില്ല, അല്ലാഹുവായിട്ട് എന്ത് ചെയ്യില്ല, മാറ്റം വരുത്തില്ല. ചിലപ്പം ഈ ഫിലസ്തീനിലുള്ള കുട്ടികളുടെ രോദനൊക്കെ കാണുന്ന സമയത്ത് നമ്മളെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ, പടച്ചോൻ എന്താ ഇടപെടാത്തത്? പടച്ചോൻ എന്താ ഇടപെടാത്തത്? പടച്ചോൻ ഇവരുടെ കണ്ണീര് കാണുന്നില്ലേ? പടച്ചോൻ ഇവരുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ പടച്ചോൻ ഇടപെടണമെങ്കിൽ എന്ത് വേണം? നമ്മള് നിർവഹിക്കേണ്ട ദൗത്യം അത് പ്രതിരോധമായിരുന്നാൽ പോലും അതിനുള്ള കരുത്ത് നമ്മൾ ആർജിക്കാത്തിടത്തോളം, അതാണ് ഈ ജീവിതത്തിന്റെ സുന്നത്ത് എന്ന് പറയുന്നത്. അതാ ഈ ലോകത്തിന്റെ സുന്നത്ത് എന്ന് പറയുന്നത്. അതാ നമ്മൾ മാറ്റത്തിന് തയ്യാറാവാതെ, അല്ലെങ്കിൽ ഇവിടെ നടക്കേണ്ട പരിവർത്തനം എന്താണോ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പടച്ചോന് അതില്ല അട്ടിടപെട്ട് അതാണ് മാറ്റം ഉണ്ടാക്കൂല. എന്നാലും നമ്മൾ മാറ്റത്തിന് തയ്യാറായാൽ അള്ളാഹു അവിടെ എന്ത് ചെയ്യും? ഇടപെടും. നമ്മളൊരു ചാൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ അവിടെ പടച്ചോൻ ഇടപെടും. പടച്ചോൻ എങ്ങനെ ഇടപെടും? പടച്ചോൻ കൊണ്ടുവരും. അത് നമ്മൾ എത്രയാണോ അടുത്തത് അത്രയായിരിക്കൂല. പടച്ചോൻ ഒരു മുഴം ഇങ്ങോട്ട് അടുക്കും. നമ്മൾ ചാണ് പടച്ചോനിലേക്ക് അടുത്താൽ പടച്ചോൻ ഒരു മുഴം കൊണ്ട് അടുക്കും. പടച്ചോന്റെ അടുത്തേക്ക് നമ്മൾ നടന്ന് ചെല്ലാൻ നോക്കിയാൽ പടച്ചോൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഓടി വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം മാറ്റത്തിന് തയ്യാറായാൽ ആ മാറ്റത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? എളുപ്പമാക്കി തരും. നമ്മളുടെ അധ്വാനത്തെക്കാൾ എത്രയോ, നമ്മൾ അധ്വാനിച്ചാൽ ഉണ്ടാകാവുന്ന മാറ്റത്തെക്കാൾ എത്രയോ ഇരട്ടി അല്ലെങ്കിൽ എത്രയോ വലിയ തോതിലുള്ള അളവിലുള്ള മാറ്റം നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹു ഉണ്ടാക്കിത്തരും. പക്ഷേ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സ്വയം മാറ്റത്തിന് എന്ത് ചെയ്യണം? തയ്യാറാവണം എന്നതാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ആമുഖമായി അല്ലെങ്കിൽ ഇതിന്റെ ഒന്നാമത്തെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യമാണ്. ഇനി
നമ്മൾ പരിശോധിക്കേണ്ടത് എവിടെയാണ്. ഞാൻ നേരത്തെ ചോദിച്ചു, നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. എവിടെയാണ് മാറ്റം വേണ്ടത്? ഇവിടെ മാറ്റം വേണ്ടത് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് 3 തലങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. 3 തലങ്ങളിൽ. ഒന്ന് ശാരീരിക തലം, മറ്റൊന്ന് സാമ്പത്തികമാണ്, മൂന്നാമത്തെ ഒരു സംഗതി മാനസികമാണ്. ഈ 3 തലങ്ങളിലാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത് ഈ 3 തലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, നിലകൊള്ളുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ പടച്ചവനോട് ഈ മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കാറുള്ളത് എന്തൊക്കെയാ പ്രാർത്ഥിക്കാറുള്ളത്? ശാരീരിക തലം എടുക്കാന്ന് വിചാരിക്കാം. പടച്ചവനെ, എൻ്റെ ശരീരത്തിലുള്ള ശാരീരികമായ എല്ലാ ദൗർബല്യവും ദ്വഅഫും അസുഖങ്ങളും ഒക്കെ നീ മാറ്റിത്തരികയും എൻ്റെ ശരീരത്തിന് നീ കരുത്ത് നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇത് പരിവർത്തനം ആവശ്യമുള്ള, മാറ്റം ആവശ്യമുള്ളൊരു മേഖല. അത് ഞാനിതിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്തോ കാര്യം ഉണ്ടാവും നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല. നിങ്ങൾ ആദ്യം പറയാം എന്നോട്, ഇങ്ങനെ ദ്വാ ചെയ്തിട്ട് കാര്യമില്ല, രാവിലെ കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ നോക്ക്, ഒരു ലേശം തീറ്റി കുറച്ച് നോക്ക്, എന്നാൽ ശരിയാവും. എന്നിട്ട് പടച്ചോനായിട്ടിൻ്റെ ആട് ശരിയാക്കി തരുമോ? ശരിയാക്കി തരുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം എന്ത് ചെയ്യണം? മാറാൻ തയ്യാറാവണം. പടച്ചോൻ ചിലപ്പോൾ കാര്യങ്ങൾ എന്ത് ചെയ്യും? എളുപ്പമാക്കി തരും എന്ന് മാത്രം. ഒരു നമ്മൾ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു തലമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ശാരീരിക തലമാണ്. ശാരീരിക തലം എന്ന് പറഞ്ഞാൽ കേവലം ഈ പറഞ്ഞിട്ടുള്ള ആരോഗ്യം മാത്രമല്ല. ഈ ശാരീരിക തലത്തിലാണ് മനുഷ്യന്റെ കർമ്മങ്ങളൊക്കെ വരുന്നത്, പ്രവർത്തനങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അതിലെന്തുണ്ടാവും? നന്മയുണ്ടാവും, തിന്മയുണ്ടാവും. നന്മയുണ്ടാവും, തിന്മയുണ്ടാവും. അവിടെ നമുക്ക് മാറ്റങ്ങൾ വരണം. പടച്ചോൻ, എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ എന്താവണം? നന്മകളാവണം. ഇപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറെ വേണ്ടാത്തതൊക്കെ ചെയ്യുന്നുണ്ട്. അതും മാറണം. എൻ്റെ കർമ്മങ്ങളൊക്കെ, എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ലതായി തീരണം എന്നതാണ് ശാരീരിക രംഗത്ത് നമ്മൾക്ക് ആവശ്യമുള്ള രണ്ടാമത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത്. അതിനും ആര് തന്നെ മുതിരണം? നമ്മൾ തന്നെ മുതിരണം. എനിക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ദൗർബല്യം മാറി അത് കൂവത്തുള്ളതായി, അത് കരുത്തുള്ളതായി, അത് ഊർജ്ജസ്വലമായി മാറണമെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള ഡയറ്റും അതിനനുസരിച്ചുള്ള വർക്കൗട്ടും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കർമ്മങ്ങളിൽ മാറ്റം ഉണ്ടാകണമെങ്കിലും ആര് തന്നെ തയ്യാറാകണം? നമ്മൾ തന്നെ തയ്യാറാക്കണം. കാസർഗോഡ് ഒരു നല്ല നിലയിൽ പോയിരുന്നൊരു ഹോട്ടലിൻ്റെ കച്ചവടമൊക്കെ വല്ലാതെ ഇങ്ങനെ കുറഞ്ഞ് ഏതാണ്ട് ഇങ്ങനെ നഷ്ടത്തിലേക്ക് പോയ സമയത്ത് ആ ഹോട്ടലിൻ്റെ ഓണർ പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ദീർഘനേരം പടച്ചവനോട് പ്രാർത്ഥിക്കുക. എന്താ ആവശ്യം? എന്താ? പടച്ചവനെ, കച്ചവടമൊക്കെ പൊട്ടി, നഷ്ടത്തിലേക്കാണ് പോകുന്നത്, ഞാൻ കടത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ കണ്ട വേറൊരു ഹോട്ടലിന്റെ ഉടമ ചെങ്ങായിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, പിന്നെ ഇങ്ങനെ കുത്തിരിഞ്ഞ് ദ്വാരൊന്നും കാര്യമില്ല, നല്ല ഫുഡ് കൊടുക്കണം, നല്ല കച്ചവടം ഉണ്ടാവും, നല്ല ഭക്ഷണം കൊടുക്കണം, എന്നാല് നല്ല കച്ചവടം ഉണ്ടാവും. എനിക്ക് ഒരു ശരിയായൊരു സംഗതി തോന്നിയ ഇങ്ങനെ ഇരുന്ന് പടച്ചവനെ എൻ്റെ കച്ചവടം മെച്ചപ്പെടുത്തി തന്നെ, കച്ചവടം മെച്ചപ്പെടുത്തി തന്നെ, കച്ചവടം ഉഷാറാക്കി തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കാര്യമുണ്ടാവും. എന്ത് ചെയ്യണം? കച്ചവടം ഉഷാറാവാൻ ഞാൻ എന്താണോ ചെയ്യേണ്ടത് അതെന്ത് ചെയ്യണം? ഞാൻ ചെയ്യണം. പടച്ചവനായിട്ട് ഒക്കെ ശരിയാക്കി തരണം, ഞാനൊന്നും ചെയ്യൂല എന്നാണ്, തീര നടക്കുക. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ.
സ്വയം തയ്യാറായാലേ അള്ളാഹു ചെയ്യുള്ളൂ, മാറ്റം വരുത്തുള്ളൂ. ആ മാറ്റങ്ങളിൽ ഒരു തലം എന്ന് പറയുന്നത് ശാരീരിക രംഗമാണ്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക തലം. സാമ്പത്തിക തലത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വേണ്ടത്? എന്ത് മാറ്റാൻ വേണ്ടി? കുറേ പൈസ ഉണ്ടാവണം, അതാണോ? നിങ്ങളെന്താ ഈ സാമ്പത്തിക രംഗത്ത് എന്തെങ്കിലും മാറ്റം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്താണ് പടച്ചവനോട്, എന്ത് മാറ്റത്തിന് വേണ്ടിയിട്ടാണ് പടച്ചവനോട് ഇതുവരെ പേടിയിട്ടുള്ളത്? ആരെങ്കിലും പേടിയിട്ടുണ്ടോ പടച്ചവനോട്? സാമ്പത്തിക രംഗത്ത് എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി പടച്ചവനോട് ഇന്നോ ഇന്നലെയോ വിലയാണോ എപ്പോഴെങ്കിലും പടച്ചവനോട് എന്തെങ്കിലും ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? എന്താ വെച്ചത്? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്. നേരത്തെ നമ്മൾ ശരീരത്തെ കുറിച്ച് പറഞ്ഞതുപോലെ എന്റെ ശരീരത്തിലെ അസുഖങ്ങളും അതിന്റെ ദൗർബല്യങ്ങളും ഒക്കെ നീക്കിത്തരയണമേ എന്ന് പറഞ്ഞതുപോലെ സാമ്പത്തിക രംഗത്ത് നമ്മൾക്ക് പ്രഥമമായി പടച്ചവനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താ വെച്ചാൽ, പടച്ചവനെ അതില് എനിക്ക് അർഹമല്ലാത്തതൊക്കെ അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഒഴിവാക്കി തരണം. എന്റെ കയ്യിലുള്ള പൈസ, ഞാൻ അനുഭവിക്കുന്ന പൈസ, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന വീട്, ഞാൻ അനുഭവിക്കുന്ന വാഹനം, ഇതൊക്കെ സമ്പത്താണല്ലോ. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ വാഹനമാണ്, ഞാൻ പൈസ കൊടുത്ത് ഉണ്ടാക്കിയ വീടാണ്, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ്, എന്റെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അതങ്ങനെ, ഇതൊക്കെ എന്റെ സമ്പത്താണ്. അത് 100% ഒരാളുടെയും നയാ പൈസ അനർഹമായിട്ട് അതിലെവിടെയും ഉൾപ്പെട്ടിട്ടില്ല എന്ന് നമ്മിൽ എത്ര പേർക്ക് ഉറപ്പ് പറയാൻ പറ്റും? ഒരു പൈസ പോലും എന്റേതല്ലാത്തത്, ഞാൻ അനുഭവിക്കേണ്ടതല്ലാത്തത്, മറ്റാരൊക്കെയോ അനുഭവിക്കേണ്ടത് എന്റെ സമ്പാദ്യത്തിൽ പെട്ടിട്ടില്ല എന്ന് തീർത്ത് പറയാൻ കഴിയുന്നവർ എത്ര പേര്? ഒരു പടച്ചോട് കണക്കരേണ്ട സംഗതിയാണ്. അതൊരു ചെറിയ പൈസയിൽ പോയിരുന്നത്. പടച്ചോനോടല്ല, പടപ്പനോടല്ല കണക്കറിയേണ്ട ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എല്ലാവരും ചോദിച്ചു അവിടെ ഒരു ബന്ധം ഉണ്ടാവില്ല, ഒരു ലോക്യം ഉണ്ടാവില്ല, ഒരു ഇഷ്ടം ഉണ്ടാവില്ല, ഒക്കെ പോവും, ചോദിച്ചു വരും. പക്ഷെ അവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ അന്നേരം പൈസ ഉണ്ടാവില്ല. അതൊക്കെ അവകാശികൾ വേറെ ആരോ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതിന് ദുര്യാ നമ്മൾ പോയപ്പോൾ തന്നെ നമ്മളുടെ സ്വത്തിൻ്റെ ഒക്കെ അവകാശികൾ വേറെ ആരൊക്കെയോ ആയി. നമുക്ക് ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മളുടേതെന്ന് പറയാനൊന്നും ഉണ്ടാവില്ല. ഉടുത്ത് ഉരുമ്പിപ്പോയതാണെങ്കിൽ വേണമെങ്കിൽ അത് നമ്മളുടേതെന്ന് പറയാം. ഇനി ആരും അതിൻ്റെ അവകാശം പറഞ്ഞു വരൂല എന്നുള്ളത് കൊണ്ട് തിന്നു തീർത്തതും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അതും ഇനി ഇതിൻ്റെതാണ്, വീട്ടിൽ വാങ്ങിച്ച ഭക്ഷണത്തിൻ്റെ പോലും പറയാൻ പറ്റില്ല. മാലി എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇൻ്റത് ഇങ്ങനെ പറയുന്നുണ്ടല്ലേ. എന്താ നിൻ്റെത് പറയാൻ നിനക്കുള്ളത്? അപ്പൊ ഇന്ന് ഞാൻ വീട്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ഇതുവരെ നിൻ്റെത് പറഞ്ഞതൊക്കെ നാളെ ആരാണോ അതിന്റെ അവകാശികളായി മാറുന്നത് അവരവരുടേതെന്ത് ചെയ്യും, പറയും. പിന്നെ ദാനം ചെയ്തത് സത്യത്തിൽ അത് വേറെ ആരൊക്കെയോ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ അതിവിടെ തന്നെ ഉണ്ട്, ആരൊക്കെയോ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അത് ഉണ്ടെന്ന് എനിക്ക് പറയാം. എന്താ വെച്ചാൽ അതൊരു കണക്കിൽ അവിടെ പടച്ചെന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അത് എനിക്കെന്ത് ചെയ്യും, തിരിച്ചു തരും. അത് അത്രയല്ല, ഇരട്ടിയായിട്ട് എന്ത് ചെയ്യും, തിരിച്ച് തരും. ഇരട്ടിയായിട്ട് തിരിച്ചു തരും. ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, ശരിക്കും നമ്മൾക്ക് നമ്മളുടേത് എന്ന് പറഞ്ഞു നടക്കാൻ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ഉറപ്പെടുത്തേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ, നമ്മളുടേത് എന്ന് നമ്മൾ പറയുന്നതിൽ നമ്മുടേതല്ലാത്ത, നമ്മൾ അനുഭവിക്കേണ്ടതല്ലാത്ത ഒന്നും പെട്ടിട്ടുണ്ടാകരുത് എന്നതാണ്. അങ്ങനെ പെട്ടാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അതാരനുഭവിക്കേണ്ടതായിരുന്നോ അവരെന്ത് ചെയ്യും, തിരിച്ചു ചോദിക്കും. ആ സമയത്ത് നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ എടുത്തു കൊടുക്കാൻ ഇന്റേതെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആകെ ഉണ്ടാവുക നമ്മൾ ദാനം ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളോ ഒക്കെ ആയിരിക്കും. അപ്പൊ ആ ദാനത്തിൻ്റെത് അവിടുന്ന് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ആ സൽക്കർമ്മങ്ങളുടേത് അവിടുന്ന് കിട്ടേണ്ടത് വേറെ ആർക്കെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോ സാമ്പത്തിക രംഗത്ത് നമ്മൾക്ക് വേണ്ട മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ, പടച്ചോനെ ഞാൻ അനുഭവിക്കുന്നതിലേതിലും ഹലാലല്ലാത്ത, എനിക്ക് അനുവദനീയമല്ലാത്ത ഒന്നും ഉൾപ്പെടരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട
ഒന്നതിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വളരെ വലിയ പങ്കുണ്ട് കേട്ടോ. എന്റെ സമ്പാദ്യം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നതല്ല, എന്റെ ഭർത്താവ് ഉണ്ടാക്കുന്നതാണ്, ഭർത്താവ് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. ഈ പൂർവികരായ സ്വാലിഹത്തായ സ്ത്രീകള് ഭർത്താക്കന്മാരെ ജോലിക്ക് സമ്പാദിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന സമയത്ത് മക്കളെ ചേർത്ത് വെച്ച് ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം ഇങ്ങനെ നമ്മൾക്ക് വായിക്കാൻ സാധിക്കും. ഹറാം, നിങ്ങള് ഈ ഹറാമുമായിട്ട് നിങ്ങൾ പോയിക്കോളി, അന്വേഷിച്ചോളി, റിസ്ക് അന്വേഷിച്ച് പോയിക്കോളി. എന്നിട്ട് നിങ്ങൾ വൈകുന്നേരം വരെ റിസ്ക് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹറാമായതുമായിട്ട് എന്ത് ചെയ്യരുത്, ഇങ്ങോട്ട് വരരുത്. കാരണം ഞങ്ങള് പട്ടിണി സഹിച്ചോളും, പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നരകാഗ്നി സഹിക്കാൻ കഴിയില്ല. ഞങ്ങളെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഹറാമ് തീറ്റിക്കരുത്, അനുവദനീയമല്ലാത്തത് തീറ്റിക്കരുത്. നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മതി, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചാൽ മതി. അത് എവിടുന്ന് ഉണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യണം, ഹലാലാണോ ഹറാമാണോ എന്ന് പറയേണ്ട. എന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാൽ മതി, പോരാ. നമ്മൾ അനുഭവിക്കുന്നത് പൂർണ്ണമായും എന്ത് ചെയ്യണം, ഹലാലാവണം. സാമ്പത്തിക രംഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു പരിവർത്തനം എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ ശാരീരികമായ കരുത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം, കുറച്ചൊരു സാമ്പത്തിക രംഗത്ത് എന്ത് തരണം, കരുത്ത് തരണം, സാമ്പത്തിക ഭദ്രത തരണം, ഐശ്വര്യം നൽകണം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പടച്ചവനോട് പ്രാർത്ഥിക്കണം. അതും നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പിന്നെ ഒരു ഹോട്ടലുകാരനെ കുറിച്ച് പറഞ്ഞതുപോലെ എന്റെ സാമ്പത്തികം മെച്ചപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടം കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ പടച്ചവനോട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? ഒരു മനുഷ്യനിങ്ങനെ പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത്, പകൽ സമയത്ത്, പണിക്കേണ്ട സമയത്ത് പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ ദുആ ചെയ്യുന്ന കണ്ടപ്പോൾ എന്തങ്ങനെ ഇരുന്ന് ദുആ ചെയ്യുന്നത്, ഇപ്പൊ പള്ളിയിൽ വന്നിങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് കുറെ പ്രയാസങ്ങളുണ്ട്, എനിക്ക് കുറെ കടങ്ങളുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥനയിൽ കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ എനിക്കതിന് വളരെ രസകരമായി തോന്നിയ ഒരു സാധനമുണ്ട്. പടച്ചോനെ, അലസതയിൽ നിന്ന് ഞാൻ നിന്നോട് എന്ത് ചെയ്യുന്നു, കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വെറുതെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു ഉപദേശം കൂടെ ഉണ്ട്. ഇങ്ങനെ മടിച്ചിരുന്നാൽ എന്ത് ചെയ്യില്ല, എന്റെ പ്രയാസം തീരൂല, മടിച്ചിരുന്നാൽ എന്റെ കടം എന്ത് ചെയ്യില്ല, തീരൂല. ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നതുകൊണ്ട് കാര്യമില്ല. അലസത മാറ്റി വെച്ച് ഞാൻ ഇറങ്ങിത്തിരിച്ചാലേ എന്റെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുള്ളൂ, പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നതാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അപ്പം മറ്റൊരു രംഗം അതാണ്, നമ്മൾക്ക് മാറ്റം ആവശ്യമായ ഒരു രംഗം. അത് നമ്മുടെ ശാരീരിക രംഗം, കർമ്മങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അടക്കം. രണ്ടാമത്തത് നമ്മുടെ സാമ്പത്തിക രംഗം. പക്ഷേ ഇവിടെയൊക്കെ മാറ്റം സംഭവിക്കണമെങ്കിൽ ഏറ്റവും അനിവാര്യമായിട്ട് ആദ്യം മാറ്റം നടക്കേണ്ട ഒരു മേഖലയുണ്ട്. അതേതാണ്? ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ എനിക്ക് സാമ്പത്തിക രംഗത്ത് ഞാൻ ആഗ്രഹിക്കുന്ന കുറെ മാറ്റങ്ങളുണ്ട്. ശാരീരിക രംഗത്തിന്റെ കർമ്മങ്ങളുടെ വിഷയത്തിൽ മാറ്റം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ മാറ്റം വരണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് മാറ്റം സംഭവിക്കേണ്ട ഒരു തലമുണ്ട്. അതെവിടെയാണ്? അത് ഇദാ സ്വലുഹൽ ജസദു കുല്ലുഹു എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള അലാ വഹിയൽ ഖൽബ്. നമ്മുടെ ശരീരത്തിനൊരു മുബാട്ടുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് കേടായാൽ ശരീരം മുഴുവൻ നന്നായി. അതേതാ? ശ്രദ്ധിച്ചു കേൾക്കണം. വഹിയൽ ഖൽബ്. അലാ എന്നതിന്റെ അർത്ഥമാട്ടോ ഞാൻ പറഞ്ഞത്. അലാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. പറഞ്ഞാൽ വളരെ ഗൗരവകരമായ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്, ഒരു പ്രയോഗമാണ് അലാ എന്നത്. അതെന്താണ്?
ഹൃദയമാണ്. മനസ്സിലാണ് എന്ത് ചെയ്യേണ്ടത്? ഹൃദയത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? പരിവർത്തനം ഉണ്ടാകേണ്ടത് എന്ന്. ഈ മനസ്സെന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ സക്രിയനാക്കുന്നതും അവനെ നിഷ്ക്രിയനാക്കുന്നതും എന്താന്ന് ചോദിച്ചാൽ അവന്റെ മനസ്സാണ്. അവന്റെ മനസ്സാണ്. ശരീരം എത്ര തന്നെ കരുത്തുള്ളതായിരുന്നാലും എന്റെ മനസ്സ് എന്നോടൊരു കാര്യം ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്ന് എന്റെ മനസ്സ് പറഞ്ഞാൽ പിന്നെ നീലാണ് ചെയ്യൂല. അതേസമയം ശരീരം എത്ര ദുർബലമാണെങ്കിലും എന്റെ മനസ്സ് എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ചില പ്രായമായ ആൾക്കാരൊക്കെ ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോയി വന്നിട്ട് പറയാറുള്ള ഒരു ഡയലോഗ് ഉണ്ട്. ഇവിടെ ഒന്ന് പോകുന്നവരെ കാലിന്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു, ഒന്ന് ബസ്സിലേക്ക് കയറാനും കൂടി വരിയായി കഴിയില്ലായിരുന്നു, എന്നാലും ഞാൻ അവിടെ ഹിറ വരെ കയറി ഇറങ്ങിയിട്ടോന്ന്. എന്താ സംഭവിച്ചത്? കാലിന്റെ വേദനക്കാരുണ്ടായിരുന്നു, ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ പ്രശ്നം അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചു ചോദിച്ചാല് അതാണ് മനക്കരുത്ത് എന്ന് പറഞ്ഞാൽ ഞാനിത് ചെയ്യും, ഞാനിത് ചെയ്തിരിക്കും എന്ന് മനസ്സ് തീരുമാനിച്ചാൽ അവനത് തീരും, അത് ചെയ്തിരിക്കും എന്നതാണ്. അപ്പം അടിസ്ഥാനപരമായിട്ട് മാറ്റം വരേണ്ടത് എവിടെയാണ്? നമ്മളുടെ ഹൃദയത്തിലാണ്, മനസ്സിലാണ്. മനസ്സ് എനിക്കൊരു കാര്യം സാധ്യമാണ് എന്ന് പറഞ്ഞാൽ അത് സാധിച്ചിരിക്കും. മനസ്സ് എനിക്കൊരു കാര്യം അസാധ്യമാണ് എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യില്ല. നമ്മൾക്ക് ശരീരത്തിന് അതിനുള്ള ശേഷി ഉണ്ടെങ്കിലും ശരി, അത് നമ്മളിൽ എന്ത് ചെയ്യില്ല, സംഭവിക്കില്ല. കാരണം മനസ്സ് അത് ചെയ്യൂല എന്ന്, അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതാണ്. സാധാരണ ഈ പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി ചെയ്യാൻ പറ്റാണ്ടാക്കുന്നതൊക്കെ പറയല്ലേ. കണ്ണു വച്ചിലൊക്കെ നമ്മൾ പറയാറുള്ളത് അല്ലേ, അല്ലെങ്കിൽ നാക്ക് വച്ചതാ ശരിക്കും പറയേണ്ടത്. എന്നെ കൊണ്ടാവൂലടാ അത് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ്റെ ചെയ്യാൻ പറ്റിയ പണിയൊക്കെ ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. എന്താ സംഭവിച്ചു ചോദിച്ചാൽ നമ്മൾ നെഗറ്റീവ് സ്ട്രോക്ക് കൊടുത്ത് അവൻ്റെ മനസ്സിൽ എന്നെ കൊണ്ടാവൂലേ എന്ന തോന്നല് ഉണ്ടാക്കിച്ചതാണ്. എന്നെ കൊണ്ടാവൂന്നായിരുന്നു പറഞ്ഞതെങ്കിൽ അവനെന്ത് ചെയ്യുമായിരുന്നു, അത് ചെയ്യുകയും ചെയ്യായിരുന്നു. ചിലപ്പോൾ അവനെ കൊണ്ട് പറ്റാത്ത കാര്യമാണെങ്കിൽ. ഞാൻ പറഞ്ഞത് മനസ്സെന്ന് പറയുന്നത് അത്രമേൽ കരുത്തുറ്റ ഒരു സംഗതിയാണ് എന്നതാണ്. ഇനി അതിലേക്ക് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, മനസ്സിന് എവിടെയാ കരുത്ത് വേണ്ടത്? എന്താ മനസ്സ് സമ്മതിക്കാത്തത്? എന്താ മനസ്സ് സമ്മതിക്കാത്തത്? ഞാൻ പറയാം. ഒന്ന്, വളരെ പ്രധാനമായിട്ട് നന്മകൾ ചെയ്യാനല്ല മനസ്സ് അനുവദിക്കാതിരിക്കുന്നത്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ മനസ്സായിട്ട് എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. ശരിയാണോ? ചില സമ്പാദ്യങ്ങൾ അത് ഒഴിവാക്കാൻ, ശരിയല്ല തെറ്റാണ് എന്നൊക്കെ എനിക്കറിയാം, അതെനിക്ക് ഹലാലല്ല എന്നൊക്കെ അറിയാം, എന്നാലും എൻ്റെ മനസ്സ് ചെയ്യുന്നില്ല, അതായിട്ട് ഒഴിവാക്കാൻ സമ്മതിക്കുന്നില്ല. ചിലപ്പം ശാരീരികമായ ചില കാര്യങ്ങളായിരിക്കും, ചില നോട്ടങ്ങൾ, അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ചില സംസാരങ്ങൾ. ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കേണ്ട പല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ മനസ്സ്, നമ്മളുടെ ചില കാര്യങ്ങളിൽ നിന്നും മാറാൻ നമ്മളെ സമ്മതിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സാണ്. നമ്മളെ മനസ്സ് സമ്മതിക്കുന്നില്ല ചിലതെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ചില ഇടങ്ങളിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. അത് സാമ്പത്തിക രംഗത്തായിരുന്നാലും ശരി, അത് ശാരീരിക രംഗത്തായിരുന്നാലും ശരി, ഒരു മാറ്റത്തിന് മനസ്സെന്ത് ചെയ്യുന്നില്ല, നമ്മളെ അനുവദിക്കുന്നില്ല. ചിലപ്പം ഇങ്ങനെ വിചാരിക്കും, ഇന്ന് മുതൽ ഞാൻ മാറാൻ തീരുമാനിക്കുകയാണ് എന്നൊക്കെ വിചാരിക്കും. എന്നിട്ട് പോയിട്ട്
അതേ സാഹചര്യത്തിലേക്ക് പിന്നെ എത്തിപ്പെട്ടാൽ അവിടുന്ന് പിന്നെയും പതുക്കെ ഇങ്ങനെ വീണ്ടും അല്ലെങ്കിൽ വേണ്ട, ഇന്നും കൂടി ഇങ്ങനെയൊക്കെ ആവട്ടെ, പിന്നെന്ത് ചെയ്യാം, ഇന്നും കൂടി കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യാം, മാറാം. ഇവിടെ മാറ്റം സാധ്യമാകണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ, ഒന്ന്, ഇതൊരു താൽക്കാലിക ജീവിതമാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ഇതൊരു താൽക്കാലിക ജീവിതമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, മാറണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കാന്നല്ലാതെ അതിന് നമ്മൾ തയ്യാറാകാതെ പിന്നെയും ഇങ്ങനെ നീട്ടി വെച്ച് കൊണ്ടുപോകാൻ വെച്ചാൽ അതെന്ത് ചെയ്യുള്ളൂ, ഖിയാമത്ത് വരെ, അല്ല മരണം വരെ അങ്ങനെ നീണ്ടുപോവുകയാണ്. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളുടെ അവസ്ഥ വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അന്ത്യദിനത്തിൽ മുനാഫിഖുകളായ ആളുകൾ മുഅ്മിനുകളായ ആളുകൾക്ക് വെളിച്ചം നൽകപ്പെടും. അതിന് തൊട്ടു മുന്നേ പറയുന്ന മുഅ്മിനുകളായ ആളുകൾക്ക് വെളിച്ചം നൽകപ്പെടുന്നതിനെ കുറിച്ചാണ്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം എന്ന് പറഞ്ഞിട്ട് അതിന് തൊട്ടു മുന്നേ പറയുന്നത്. അങ്ങനെ വിശ്വാസികളായ ആളുകൾക്ക് വെളിച്ചം നൽകപ്പെടുന്ന സമയത്ത് ഇരുട്ടിൽ തപ്പുന്ന കപടവിശ്വാസികളായ ആളുകള് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ചോദിക്കും, ഒന്നൂരിക്കും, ഒന്ന് ഞങ്ങളെ കൂടി നോക്കി, ഞങ്ങളും നിങ്ങളുടെ വെളിച്ചത്തിൽ എന്ത് ചെയ്യട്ടെ, ഒന്ന് മുന്നോട്ട് നീങ്ങട്ടെ, ഞങ്ങൾ ഒന്നും കാണുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ വെളിച്ചല്ല, നിങ്ങളൊന്ന് നിന്നാൽ നിങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങൾക്ക് കൂടി എടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം എന്ന് പറയുമ്പോൾ അവരോട് തിരിച്ചു പറയപ്പെടുന്ന ഒരു വാക്കുണ്ട്, നൂറ, നിങ്ങൾ തിരിച്ചു പോയി നോക്കി, നിങ്ങൾക്ക് വെളിച്ചം തന്നിരുന്നല്ലോ, നഷ്ടപ്പെട്ടു പോയ ആ വെളിച്ചം എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ തിരിച്ച് പോയി നോക്കി എന്ന് പറയും. അങ്ങനെയാണ് അവർക്കിടയിൽ ഒരു മറയിടപ്പെടുന്നതും വിശ്വാസികളായ ആളുകൾ കാരുണ്യത്തിലും മുനാഫിക്കുകളായ ആളുകൾ എവിടെയും പെടുന്നത്, ശിക്ഷയിലും പെടുന്നത്. അങ്ങനെ ശിക്ഷയിൽ പെടുന്ന സമയത്ത്, മറയിടപ്പെടുന്ന സമയത്ത് അവർ പിന്നെയും ഉറക്ക വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യുനാദൂനവും അലംബക്കും നാക്കും. അവർ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ചോദിക്കും, ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഇല്ലായിരുന്നോ, പള്ളിയിൽ ഞങ്ങളില്ലായിരുന്നോ, നിങ്ങളെ കൂടെ ഖുർആൻ ക്ലാസ്സിൽ ഞങ്ങളില്ലായിരുന്നോ, നിങ്ങളുടെ കൂടെ പരിപാടികൾക്കൊക്കെ ഞങ്ങളും ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവരോട് തിരിച്ചു പറയും, പാലു ബല, വിശ്വാസികളായ ആളുകൾ പറയും, ഉണ്ടായിരുന്നു, നിങ്ങൾ നമ്മളൊക്കെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു, പള്ളിയിലുണ്ടായിരുന്നു, പരിപാടിക്ക് ഉണ്ടായിരുന്നു, കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വലാകിന്നക്കും, പക്ഷേ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പാലു ബല വലാകിന്നക്കും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബതും വഗറത്കുമുൽ അമാനിയു ഹത്താ ജാഅ അംറുല്ലാഹ്. അതിന്റെ മുന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം എന്താ വെച്ചാൽ, ഉന്നീയത്തുകൾ, ഉന്നീയത്ത് എന്ന് പറഞ്ഞാൽ വ്യാമോഹം എന്നർത്ഥം. വ്യാമോഹം അങ്ങനെയാണ് നമ്മൾ അതിനർത്ഥം പറയാറുള്ളത്. സമയമുണ്ടല്ലോ, ശരിയാവാനോ, മാറാനോ, നന്നാവാനോ, ഇനിയുണ്ടല്ലേ, പത്രായിട്ടല്ലേ ഉള്ളൂ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു ഹജ്ജൊക്കെ ചെയ്തിട്ടല്ല, അടുത്ത റമദാനായിട്ടല്ല, അടുത്ത വെള്ളിയാഴ്ച മുതൽ ഇങ്ങനെ ഇനിയും അവസരം എന്റെ മുന്നിൽ ഉണ്ടല്ലോ മാറാൻ എന്ന് വിചാരിച്ച് ഇപ്പൊ കുറച്ചുകൂടി ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ, ഇന്നും കൂടി ഇങ്ങനെയൊക്കെ ആവട്ടെ, ഇതും കൂടി ഞാനൊന്ന് കാണട്ടെ, ഇത്രയും കൂടി ഞാനൊക്കെ ചെയ്യട്ടെ, ഇതും കൂടി ഞാൻ അനുഭവിക്കട്ടെ, ഇനി എന്ത് ചെയ്യാം, മാറാം എന്ന് വിചാരിച്ച് നീട്ടിവെച്ചു നിങ്ങൾ. അങ്ങനെ മാറാൻ ഇനിയും അവസരം ഉണ്ടാകും എന്ന ചിന്ത നിങ്ങളെ പറ്റിച്ചു കളഞ്ഞു, നിങ്ങളെ ചതിച്ചു കളഞ്ഞു. ഏതുവരെ? അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ. മാറണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പം മാറുന്നില്ലെങ്കിൽ അവർ മാറൂല എന്നാണ് പടച്ചവൻ പറഞ്ഞതിന്റെ ചുരുക്കം. എന്ന് പറയാൻ എനിക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം ഉണ്ടാവുന്ന ആ നിമിഷത്തിൽ ഞാൻ മാറാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യാനുള്ളതല്ല, മാറാനുള്ളതല്ല. അയാൾ ആ പൂജ്യം വെച്ചിട്ട് അങ്ങനായിട്ട് മരിച്ചു പോയുള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ എന്ന് ചിന്തിച്ച് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത അയാളെ ചതിച്ചിരിക്കും. ആ ചിന്ത അവസാനം എത്തി എവിടെയാന്ന് വെച്ചാൽ
മരിക്കുന്നിടത്താണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നിടത്താണ്. എന്നിട്ട് അവിടുന്ന് പടച്ചവനോട് പറയുമ്പോൾ പടച്ചവനെ ഒന്ന് മടക്കി അയക്കണം എന്ന് പറയുന്ന സമയത്ത് അവർക്ക് അവസരം കൊടുക്കുക, മടക്കി കൊടുക്കണം. പടച്ചോ നിശ്ചയിച്ച അവധി എത്തിയാൽ പടച്ചോ പിന്നെ ഒരാൾക്കും നീട്ടിക്കൊടുക്കുക. അപ്പം മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ നീട്ടിവെക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഗുറൂറാണ്, അതൊരു വഞ്ചനയാണ്, അതൊരു ചതിയാണ് എന്ന് ആ ചിന്ത പിന്നെ ആവാം എന്ന ചിന്ത ഒരു ചതിയാണ് എന്ന് തിരിച്ചറിയാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അത് അവരെന്ത് ചെയ്യും? ചതിച്ചിരിക്കും, അതവരെ പറ്റിച്ചിരിക്കും. അങ്ങനെ ഖുർആന്റെ പ്രയോഗം തന്നെയാണ് അള്ളാഹുവിന്റെ കൽപ്പന എത്തുന്നത് വരെ ഈ വ്യാമോഹം നിങ്ങളെ എന്ത് ചെയ്തു? പറ്റിച്ച് കളഞ്ഞു. എപ്പം മാറണം? നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പം മാറണം? ഇപ്പം മാറാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിലോ പടച്ചവൻ പറയുന്നു അവരെന്ത് ചെയ്യാനുള്ളതല്ല, മാറാനുള്ളതല്ല. ആ മാറ്റം എങ്ങനെ ഉണ്ടാവേണ്ടത്? പടച്ചവനോട് ഇങ്ങനെ ദുആ ചെയ്യാനുള്ളതാ, മാറ്റി തരണം. പിന്നെയോ നമ്മൾ സ്വയം തയ്യാറാവണം മാറ്റത്തിന്. ഇനി അതിനൊക്കെ ഒറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. അവിടെ നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്. പിന്നെ ഖുർആൻ വഴികാട്ടിയാണ് എന്ന് പറയുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതില് ഒരു സ്ഥലത്ത് ജനങ്ങൾക്ക് വഴികാട്ടിയാണ് എന്ന് പറയുന്നുണ്ട്, പിന്നെ തഖ്വയുള്ള ആളുകൾക്ക് വഴികാട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. അതിലൊരു സ്ഥലത്ത് നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ഭാഗത്ത് ആർക്കാണ് ഖുർആൻ വഴികാട്ടുന്നത് എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം. ഇതൊരു ഉത്ബോധനമാണ്, ഇതൊരു വഴികാട്ടിയാണ്, ഇതൊരു മാർഗദർശിയാണ്. പക്ഷേ ഈ ഖുർആൻ വഴികാട്ടുന്നത് ആർക്കാ? നേരായ വഴിയിൽ സഞ്ചരിക്കണം എന്നതിന് മശീഅത്തുള്ള ആളുകൾക്ക്. അതിന് മശീഅത്ത് ആരെടുത്തുനിന്ന് ഉണ്ടാവണം? നമ്മളെടുത്തുനിന്ന് ഉണ്ടാവണം. ഞാൻ ഖുർആൻ ക്ലാസ്സിൽ കുറേ ഇങ്ങനെ ഇരുന്ന്, അല്ലെങ്കിൽ കുറേ കുത്തുബ കേട്ട, അല്ലെങ്കിൽ കുറേ വയത് കേട്ട ഞാനായിട്ട് മാറുമായിരിക്കും എന്നല്ല. വയത് കേൾക്കാൻ പോകുന്നത്, ഖുർആൻ പഠിക്കാനിരിക്കുന്നത് എന്തുദ്ദേശത്തോടു കൂടെ ആയിരിക്കണം? എനിക്ക് ഇതനുസരിച്ച്, ഈ കേൾക്കുന്നതനുസരിച്ച്, ഈ പഠിക്കുന്നതനുസരിച്ച്, ഈ മനസ്സിലാക്കുന്നതനുസരിച്ച് എനിക്ക് ജീവിക്കണമെന്ന മശീഅത്ത് ആർക്കാണോ ഉള്ളത് അവർക്കേ ഖുർആൻ എന്ത് ചെയ്യുള്ളൂ? അവരിലെ ഖുർആൻ മാറ്റം ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് ഈ മശീഅത്തിന്റെ. അത് മശീഅത്ത് നമ്മൾ സാധാരണ പറയല്ലേ, ഈ ഇൻഷാ അല്ലാഹ്, ഈ മശീഅത്തും ഇറാദത്തും ശരിക്ക് തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങൾ. അത് വിശദമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഈ മശീഅത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയില്ലേ? എപ്പോഴാണ് ഇൻഷാ അല്ലാഹ് പറയില്ലേ? ഇൻഷാ അല്ലാഹ് പറയുന്നത് അതായിട്ട് പറയലില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് എനിക്ക് പറ്റൂലേ ഒന്നും ആലോചിക്കില്ല. ആര് പറഞ്ഞിട്ടേക്ക ഇൻഷാ അല്ലാഹ്? ശരിക്കും ഇൻഷാ അല്ലാഹ് പറയേണ്ടത് എപ്പോഴാണ്? എന്നോട് ഒരാളൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ 20-ാം തീയതി ഇവിടെ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ വരുമോ? ഞാനിങ്ങനെ ആലോചിച്ചു, 20-ാം തീയതി ഞായറാഴ്ച എനിക്കെന്തോ വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടെ വന്നാൽ എൻ്റെ വേറെ എന്തെങ്കിലും മുടങ്ങി പോകില്ല. ഞാൻ ആലോചിച്ചു, ആയിക്കോട്ടെ എന്നാ ഞാൻ പോവാന്നാണ് തീരുമാനിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് എന്റെ മശീഅത്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ മശീഅത്ത് സാധ്യമാകണമെങ്കിൽ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. പടച്ചവന്റെ മശീഅത്ത് അതിനെ മുൻകടന്നിട്ടുണ്ടാവണം. അപ്പൊ പടച്ചവന്റെ മശീഅത്ത് മുൻകടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എത്തും. പക്ഷേ അവിടെ അതിന്റെ മുന്നേ എന്ത് കഴിഞ്ഞിട്ടുണ്ട്? എന്റെ മശീഅത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? അതുണ്ടായതിനു ശേഷം പറയേണ്ടതാണ്
ഈ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത്. ആ മശീഅത്ത് ഉണ്ടെങ്കിലേ നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുള്ളൂ, മാറ്റം ഉണ്ടാവുള്ളൂ. അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ മാറ്റം ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ മാറ്റം ഉണ്ടാവേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ സാമ്പത്തിക രംഗത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാവണം, എൻ്റെ പ്രവർത്തനങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവണം. ആ മാറ്റം ഏതിനനുസരിച്ച് ഉണ്ടാവേണ്ടത്? ഞാൻ എന്തായാലും സാമ്പത്തികമായിട്ട് ഞാൻ എന്തനുഭവിക്കരുത്, ഞാൻ എൻ്റെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കപ്പെടേണ്ടത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. ശരി തെറ്റുകൾ തീരുമാനിക്കേണ്ടത് എങ്ങനെയാ? ഏതിന്റെ അടിസ്ഥാനത്തിലാ? എവിടെ നോക്കിയിട്ടാ? ഖുർആനില് നോക്കിയിട്ടാ. ഈ ഖുർആൻ എന്തിനാന്ന് വെച്ചാൽ, ഖുർആൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ജീവിതം എങ്ങനെയാവണം എന്നതിന് പടച്ചവൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ള വേദഗ്രന്ഥമാണ്. ഇത് എങ്ങോട്ടുള്ളതല്ല, പരലോകത്തേക്കുള്ളതല്ല. അവിടെ പോയിട്ട് പഠിക്കേണ്ടതുമല്ല, അവിടെ പോയിട്ട് മനസ്സിലാക്കേണ്ടതുമല്ല, അവിടെ പോയിട്ട് അത് വായിക്കുകയും വേണ്ട, പഠിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. എന്ത്? അള്ളാഹുവിന്റെ കാരണം. പിന്നെ അത് എന്തിനുള്ളതാ? അത് ഇവിടേക്കുള്ളതാ. ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നതിന് പടച്ചവൻ ഇറക്കിയിട്ടുള്ള, നമ്മൾ നഷ്ടക്കാരിൽ പെട്ടു പോകാതിരിക്കാൻ, നമ്മളുടെ ജീവിതം പരാജയമാകാതിരിക്കാൻ നമ്മെക്കുറിച്ച് നന്നായി അറിയുന്ന പടച്ച തമ്പുരാൻ നമ്മൾക്ക് നൽകിയിട്ടുള്ള മാർഗദർശനമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. നമ്മുടെ ധർമ്മമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അത് ഇവിടുന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പരിവർത്തനം എന്ന് പറയുന്നത്. അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. നിങ്ങൾ ബോധപൂർവം പരിശുദ്ധ ഖുർആൻ പഠനം നടത്തുന്നവർ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? വ്യവസ്ഥാപിതമായിട്ട് ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടോ അല്ലെങ്കിൽ വെളിച്ചം പോലെയുള്ള പരിപാടികളിൽ പങ്കെടുത്തിട്ടോ ഒക്കെ ബോധപൂർവം ഖുർആൻ പഠിക്കുന്നവർ എത്ര പേരുണ്ട്? അധിക സമയമൊന്നും വേണ്ട, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും. വളരെ കുറഞ്ഞ ആളുകളുടെ കൈകളാണ് പൊങ്ങിയിട്ടില്ല. അങ്ങനത്തെ ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടി ഇറക്കിയതല്ല ഖുർആൻ. അല്ല, ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. എന്തെങ്കിലും രണ്ടാമൊരു കാരണം പറയണം. നമ്മൾക്ക് മാർഗദർശനം പടച്ചവൻ പറഞ്ഞിരുന്നു വേണ്ട, നമുക്കറിയാം എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളത്, പഠിച്ചു കഴിഞ്ഞ ഞങ്ങളൊക്കെ എന്നതുകൊണ്ടാണ്. അതല്ല, കുറച്ചൊരു കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കണം. ഞാൻ ഉറപ്പ് പറയുന്നു, മരിക്കുന്നതിന് മുന്നേ നമ്മളൊരു തീരുമാനം എടുത്തിട്ട് ആഴ്ചയിൽ കുറച്ച് സമയം ഞാൻ ഖുർആൻ പഠിക്കാൻ മാറ്റി വെക്കുന്ന തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് നമ്മൾ ഖേദമുണ്ടാവും, ഉറപ്പാ ഖേദമുണ്ടാവും. പടച്ചവൻ എൻ്റെ ഈ ജീവിതം എങ്ങനെയാവണം എന്നതിന് നീ എനിക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ട് ഞാനിതുവരെ അത് പഠിക്കാൻ പോലും തയ്യാറായില്ലല്ലോ എന്ന ഖേദത്തോടു കൂടെ ആ മലക്കുൽ മൗത്തിന്റെ കൂടെ പോകേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി സങ്കടമായി. പക്ഷെ ആ സമയത്ത് ഖേദിച്ചിട്ട് എന്തോ കാര്യങ്ങളോ എൻ്റെ അവസരമല്ലേ ഇവിടെ പോകാൻ സിദ്ധാന്തത്താണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരുവിധം ശാഖകളിലൊക്കെ ഇത്ര സൗകര്യമുള്ളിടത്തിലൊക്കെ ഖുർആൻ ക്ലാസ് ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ത്രീകൾക്കുണ്ട്. ഒരു പഠിച്ച് ഒരു നന്നായിട്ട് അവള് നന്നാറും വീട്ടിൽ. ഓ, സത്യമായിട്ട് സമയമായിട്ടാ? സത്യസന്ധമായി പറയണം, സമയമായിട്ടാണ്. പടച്ചവ സാക്ഷ്യത്തിൽ പറയണം. എനിക്ക് ഞാൻ ഖുർആൻ പഠിക്കാത്തത്, ആഴ്ചയിൽ ഒരു മണിക്കൂർ ഞാൻ ഖുർആൻ പഠനത്തിന് വേണ്ടി മാറ്റിക്കാത്തത് പടച്ചവനെ എനിക്ക് സമയമല്ല. ഇവിടുന്ന് പറയുന്ന ആ ഞാൻ പടച്ചവനെ മുന്നിൽ പറയാൻ ധൈര്യം ഉണ്ടാവും. പറ്റുമോ? അങ്ങനെ പറ്റുന്നവരും ഒക്കെ പഠിക്കണ്ട. പക്ഷെ ആ ന്യായം പടച്ചവന്റെ മുന്നിൽ പടച്ചവനോടും പറഞ്ഞിരിക്കണം. ക്ഷമിക്കണം, നമ്മൾ ജമാഅത്ത് ഏതാണ്ട് തുടങ്ങാനായി. ഞാനിങ്ങനെ എതിരൊക്കെയോ പോയി കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചതേയുള്ളൂ, എവിടെ എത്തിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ കൂടിയിരിക്കലാക്കി മാറ്റി തരുമാറാവട്ടെ, പ്രതിഫലാർഹമായ ഒരു കൂടിയിരിക്കലാക്കി മാറ്റി തരുമാറാവട്ടെ. ജീവിതത്തിൽ ഇനി മാറുക എന്നത് നീട്ടിവെക്കാതെ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന
ഒരു കൂടിയിരിക്കലാക്കി ഇതിനെ മാറ്റി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.